ഇവർക്ക് രണ്ടുപേർക്കും മലയാളം തീരെ അറിയത്തില്ലല്ലേ? ശരി, ഇവിടെ കുറച്ച് വല്ലാരെ നന്ദി. വല്ലാരെ നന്ദി. And കുറച്ച് മൂവ്, കുറച്ച് കൂട്, all that. എന്തോ ഇതൊക്കെ ഇതുപോലെ കുറച്ച് കൊണ്ട് കുറച്ച് മാറി നിൽക്കൂ, അതാണ് ഉദ്ദേശിച്ചത്. That's little English of course is mixed here and there. I think this is wrong, but I low-key know this. ഞാൻ നിന്നെ പ്രീതിസു കണ്ണു. I think ഞാൻ നിന്നെ പ്രേമിക്കുന്നു. അതാണ് അതാരാണ് പറഞ്ഞത്? Who told you that? ask someone. കന്നഡയിൽ എന്താ പറഞ്ഞത്? So of course Malayalam has to be similar. അതാണോ പഠിപ്പിച്ചത്? ഞാൻ നിന്നെ പ്രേമിക്കുന്നു. Sambarit Kombat करके Mohanlal and Shobna's movie Kombat. തേന്മാവിൻ കൊമ്പത്ത്. Okay, say it once again. Now I will Say it. തേന്മാവിൻ കൊമ്പത്ത്. pardon me, I am sorry, but then yeah, this is what I watched and it was also a nice movie. ശ്രദ്ധിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു പഠിച്ചത്. ഛർദിക്കാനല്ല, ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Okay, okay. ഷൂട്ടിന് എല്ലാവരും ക്യാമറ സാധനമൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അതായത് അടുത്ത ഷോട്ട് എടുക്കാൻ അത് എപ്പോഴും പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരി Say it, say it. അതവിടെ റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്നത്. കഴിഞ്ഞില്ല, പോവാല്ലേ. അപ്പൊ I അതാണ് will say pua. Yeah, that. ഈസി ആണുള്ളത്. ചെറുതിലെ എനിക്ക് തോന്നുന്നു ഞാൻ നമ്മൾ ഈ വൈറ്റില ഭാഗത്ത് കടവന്തറ ഭാഗത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ദേശം സെമിട്രി. അപ്പോൾ ബാക്കിൽ നമ്മൾ ക്രിക്കറ്റ് എല്ലാം കളിക്കാൻ പോകും. അപ്പോൾ അവിടുന്ന് ബോൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ടേക്ക് ചാടി പോകുന്നത് ഞാനാണ്, പെട്ടെന്ന് ബോൾ എടുത്തിട്ട് വരാൻ. അപ്പോൾ അങ്ങനെ പോയി എടുക്കുന്ന സമയത്ത് ഐ തിങ്ക് ഈവനിങ് എന്തോ ആയിരുന്നു, വൈകുന്നേരമായിരുന്നു സമയം. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും ഒന്ന് ഒരു പാമ്പിനെ കണ്ടു, പ്ലസ് ഒരു എനർജി ആ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു എനർജി ഉണ്ടായിരുന്നു. ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് അതും അങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ആലപ്പുഴയിലൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, പുള്ളിയുടെ പേര് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളാണ്. പുള്ളിയായിട്ട് ഇതുപോലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ. അതുപോലെയുള്ള സീനുകൾ നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. മന അന്വേഷിച്ചിട്ട് തന്നെ ഒരുപാട് കറങ്ങി അവസാനം ആ ലാസ്റ്റിലാണ് ഈ കക്കാട്ടുമനയിൽ ഞങ്ങൾ എത്തുന്നത്. ഇതൊക്കെ ആ മനയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി എന്താ പറയുക, ഒരു വി ഫെൽറ്റ് ആൻ എനർജി. 1, 2 അതിൽ തെക്കിനി ഭാഗത്തുള്ള പോകാൻ പാടില്ല, മുറി അത് അടച്ചു വെച്ചിരിക്കുകയാണ്, ഇപ്പോഴും അടച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ കയറാൻ പാടില്ല. നമസ്കാരം, സൈന സൗത്ത് പ്ലസിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി ശ്രീരാഗം. ഇന്ന് നമ്മളുടെ കൂടെ ഏറ്റവും പുതിയ ഹൊറർ ചിത്രമായിട്ടുള്ള അരൂപിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് ജോയിൻ ചെയ്യുന്നത്. വെൽക്കം. സോ അരൂപി എന്ന് പറയുമ്പം രൂപമില്ലാത്തത്, ഫോംലെസ്. സോ ആ ഒരു ടൈറ്റിലോട്ട് എങ്ങനെ എത്തിയത് ആൻഡ് വാട്ട് ഇസ് ദാറ്റ് യുണീക് ഫാക്ടർ ഇൻ അരൂപി? ആക്ച്വലി ഞങ്ങൾ ഈ പടം പ്ലാൻ ചെയ്ത് വിട്ട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു എന്ത് പേരിടും എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആദ്യം വന്നപ്പോൾ വേറെ 2-3 കാര്യങ്ങളായിരുന്നു മനസ്സിൽ വന്നത്. പിന്നീട് എൻ്റെ ഒരു പഴയ ഒരു തോട്ട്, ഞങ്ങളൊരു ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിൽ ഞാൻ ഇതുപോലൊരു രൂപമില്ലാത്തവൾ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറിയിലേക്ക് നമ്മൾ ആ പേര് കൊണ്ടുവരും, അഡാപ്റ്റ് ചെയ്യുന്നത് ആ ഒരു സ്റ്റോറിനെ ബേസ്ഡ് ആയത്. ഞാനും വൈശാഖും കൂടി അന്ന് ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം രണ്ടുപേരും നമ്മൾ ഇരുന്ന് സംസാരിച്ചു, കുറേ പേരുകൾ ഞങ്ങൾ ഇട്ടു. അപ്പോൾ അവൻ പറഞ്ഞു ഇതും നല്ല പേരാണ്, പിന്നെ വേറൊരു പേര് കൂടി പറഞ്ഞു, അതേതായിരുന്നു നമുക്ക് ഓർമ്മയില്ല അല്ലേ, 2 പേരായിരുന്നു ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ലാസ്റ്റ് ഈ ഒരു പേരിലേക്ക് എനിക്ക് അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചപ്പോൾ ഇത് നന്നായിരിക്കും എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രൊഡ്യൂസറോട് കൂടി സംസാരിച്ചപ്പോൾ പുള്ളിക്കും ആ പേര് ഭയങ്കര ഇഷ്ടമായി. പുള്ളി പറഞ്ഞാൽ അത് തന്നെ എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാന്നുള്ള രീതിയിലേക്ക് പോയി. അപ്പൊ ഈ പേരിന് സിഗ്നിഫിക്കൻസ് ഉണ്ടല്ലേ ത്രൂ ഔട്ട് മൂവി? തീർച്ചയായിട്ടും അതിനകത്ത് അതിന്റെ അതായത് ആക്ച്വലി അരൂപി എന്താന്നുള്ളത് അത് പടം കണ്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണെന്ന് തോന്നുന്നു അത് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുക. കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് അരൂപി എന്താണെന്ന് മനസ്സിലാവില്ല. അരൂപി എന്താ അങ്ങനെ ഈ ഒരു പേര് യക്ഷിയാണ് അല്ലെങ്കിൽ ഹൊററാണ്, പക്ഷെ അതിലെന്താ ഈ അരൂപി? അപ്പം അതിന്റെ കുറെ എലമെന്റ്സ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പിന്നീടാണ് ലാസ്റ്റില് ഇവിടെ വരുമ്പോ അത് നമുക്ക് മനസ്സിലാവും ലാസ്റ്റില്. ഓക്കെ. അതുപോലെ ഈ സിനിമ നമുക്ക് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്ലാസിക്കൽ ഹൊറർ വൈബിലാണ് മൂവിയുടെ ടീസർ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ലൈക്ക് ആ ഒരു മനയും ട്രഡീഷൻ എല്ലാം ഉണ്ട്. സോ ആ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? ത്രൂ ഔട്ട് ഈ ഒരു പ്ലോട്ടാണോ നമുക്ക്? അല്ല, നമ്മൾ 2 കാലഘട്ടത്തിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതായത് എൻ്റെ കൂടെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വൈശാഖം ഉണ്ടായിരുന്നു. വൈശാഖ ആക്ച്വലി നമ്മുടെ
പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവന് ഞാൻ പറഞ്ഞായിരുന്നു അവനോട് അഭിനയം പഠിക്കണം എന്നുണ്ടെങ്കിൽ ക്യാമറയുടെ മുന്നിൽ നിന്നല്ല പിന്നിൽ നിന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഭിനയം എന്താന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവനും നമ്മുടെ കൂടെ തന്നെ അല്ലെ, ക്യാമറയുടെ കൂടെ തന്നെ അവനും ഉണ്ടായിരുന്നു. പിന്നെ നേഹ അതുപോലെ തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തു. പിന്നെ ഇവള് സാക്ഷി വന്നിട്ട് വേറൊരു ലെവൽ, അത് ഞാൻ പറയാം. പക്ഷെ ഇപ്പൊ ഈ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മനയിലേക്ക് വന്നത് ഒരു ഡിഫറെന്റ് ആണ്. എനിക്ക് തോന്നുന്നത് നമ്മള് മന അന്വേഷിച്ചിട്ട് തന്നെ ഒരുപാട് കറങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ മന കിട്ടാൻ വേണ്ടി ഇതുപോലെ എൻ്റെ മനസ്സിലൊരു മന വന്ന് ആ മനയെ തപ്പിയിട്ട് ഞങ്ങൾ ഒരുപാട് വന്നു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ജോ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനും, പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു പയ്യനുണ്ടായിരുന്നു വിഷ്ണു, അവന് അതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഈ മന തപ്പിയിട്ട് മാസങ്ങളോളം കറങ്ങിയിട്ടുണ്ട്. കറങ്ങി അവസാനം ആ ലാസ്റ്റിലാണ് ഈ കക്കാട്ടുമനയിൽ ഞങ്ങൾ എത്തുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ വേറൊരു മന കണ്ടു. ആ മനയിലാണ് പാമ്പും കാര്യങ്ങളും. ഞങ്ങൾ ശരിക്കും ഭയങ്കര ഹോറർ ആയിട്ടുള്ള ഒരു മനയായിരുന്നു. അത് നമ്മുടെ പടത്തിന് പറ്റിയൊരു മനയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവിടെ കാലെടുത്ത് വെക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും അബാൻഡഡ് ആയിട്ടുള്ള ഒരു മനയായിരുന്നു. ഞങ്ങളവിടെ ചെന്നും ഇറങ്ങിയിട്ട് മുന്നോട്ട് നടന്നപ്പോൾ തന്നെ പാമ്പിന്റെ ശല്യം, അത്രയ്ക്ക് ശല്യം. അതായത് നമ്മുടെ മുന്നിൽ കൂടെ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, പാമ്പ് അഴഞ്ഞു പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. അങ്ങനെ ഞങ്ങൾ ആ മന വേണ്ട, കാരണം അവിടെ മുമ്പ് ഒരു തമിഴ് പടം പകുതി ഷൂട്ട് ചെയ്തിട്ട് അവർ നിർത്തിയിട്ട് പോയി, കാരണം ഈ പാമ്പിന്റെ ശല്യം കാരണം ഒരാൾക്ക് അവിടെ ബൈറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു, ആ മനയുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം അത് വിട്ട് പിന്നെ ഞങ്ങള് അത് കഴിഞ്ഞ ശേഷം ഞങ്ങള് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തൊരു മന അന്വേഷിച്ചു പോയി. അതും നടക്കില്ല, കാരണം അത് ഭയങ്കര ആൾക്കാരുടെ താമസമൊക്കെ ഉള്ള ഒരു രീതി. ഫൈനലി നമ്മുടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞു ഇങ്ങനെ ഒരു മനയുണ്ട് ഇവിടെ, ഒന്ന് പോയി നോക്കുന്നതാണ്. അങ്ങനെ ആ മന വന്നപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ എല്ലാ അറ്റ്മോസ്ഫിയറും അവിടെ ഉണ്ട്. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ മനക്കകത്ത് രാത്രി 10 മണി വരെ ഷൂട്ടിന് കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ രാത്രി നമുക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ല. നമുക്ക് ആക്ച്വലി അവര് പറഞ്ഞു നിങ്ങളോട് രാവിലെ 9 മണി മുതൽ അല്ലെങ്കിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 9 മണി വരെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. ടാക്ടിക്കലി സംസാരിച്ചത് പെർമിഷൻ വാങ്ങിച്ചാണ്. നമ്മൾ അതായത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 10 മണി വരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൊറർ സബ്ജക്റ്റ് അല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ ഷൂട്ട് ചെയ്യണം. ഇവര് രാത്രി ഷൂട്ട് ചെയ്യാൻ തരില്ല. അവസാനം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി സംസാരിച്ച് ഞാൻ അയാളെ വീട്ടിൽ പോയിട്ട് അയാളോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം നമ്മളോട് പറഞ്ഞു ശരി അഭിലാഷ്, ഞാൻ എന്തായാലും അഭിലാഷ് വന്നതല്ലേ. പക്ഷെ അയാൾ 2 കണ്ടീഷൻ നമ്മളോട് പറഞ്ഞു. ഒന്ന്, നമ്മൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല, രാത്രി ആയത് കാരണത്താൽ ഒരാളും നോൺ വെജ് കഴിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ നോൺ വെജ് കയറ്റരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 25 ദിവസവും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നോൺ വെജ് കഴിച്ചിട്ടില്ല. അതാ ഈ നമ്മുടെ ക്രൂവിലുള്ള എല്ലാ ടീമും എന്ത് ചെയ്തിട്ടില്ല, നോൺ വെജ് കഴിച്ചില്ല. അത് കാരണത്താൽ അത് ആ ഒരു അങ്ങനെ ഞങ്ങൾ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് അവിടുന്ന് 25 ദിവസം എന്ന് പറഞ്ഞാൽ കേറുമ്പം 70, 80, 90 കിലോ ഉള്ള ആൾക്കാർ ഇറങ്ങുമ്പോൾ 5-10 കിലോ കുറഞ്ഞിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് വന്നിരുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു എല്ലാ ഭംഗിയായിട്ട് തന്നെ നമ്മൾ അവിടുത്തെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെ. അവൾക്ക് നീന്തൽ അറിയില്ലായിരുന്നു. അപ്പൊ വെള്ളം ഭയങ്കര പേടിയുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങാൻ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 1 hour വെള്ളം നോക്കി എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഇറങ്ങണോ വേണ്ടേ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരിക്ക് ഭയങ്കര ഫിയർ ആയിരുന്നു വെള്ളം. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് സംസാരിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരിനെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കി. I can see that in the teaser as well. Like you went through all those dark elements, scary, spooky characters. So how the preparation went for that? It was, I think, very challenging. But I think Abhilash sir has made the right choice because I have been at it. I have left no stone unturned to make it a possibility. Correct. Of course, the role is very glorifying because you have too many shades into it, you know. Once you'll be at the theatres, you'll know because, of course, I want you to be, you know, experience that in theatres more rather than me describing or telling you all about it. Because, of course, a woman is like goddess. She is Lakshmi, Durga, Devi. So she has a lot of roop. So he has combined all those flavors and roops into one script. And this is I'm fortunate enough, it's my good luck that we both met this entire team who has given me that platform to play all those moods and shades which a woman encompasses into herself. And this is what we have tried to bring
all those roops and rust through Arupi. Okay. Hope I'm clear. Yeah, it's clear. Yeah, so- I can sense a diva ghost here. Yeah, you're actually right. അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം സാക്ഷി നേഹയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ പിന്നെ ഇതിനകത്ത് റിസ്കി ഷോട്ട്സ് ഉണ്ടായിരുന്നത്. ഒന്ന് വെള്ളത്തിലിറങ്ങണമായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു ക്ലൈമാക്സ് ഉണ്ട്. അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നത് നമ്മളൊരു 15 മിനിറ്റ് കണ്ടിന്യൂസ് ഷൂട്ടായിരുന്നു. Okay. അതായത് 2 ക്യാമറ വെച്ചിട്ട്. The climax has actually elevated, It's like the film is at a pace, it has a particular tempo, but later on when you see the climax, it has elevated, to another level, you can say. Okay. So yeah, that's also the audience, I think, will be gripped and will be left aghast by the kind of climax which we have presented, Yeah. His okay, direction, his script, and everything which has been decided by him is excellent. Good. Coming to Neha, how was the? I mean, sorry, Sakshi Badala. Okay, coming to Sakshi Badala, how was the overall experience in Malayalam industry? Oh, well, it was beautiful. I was a little skeptical because the language is very difficult. And I know it would take a lot of efforts to learn. And I think when I learn, I would love to learn the language. But the first question was, how will I, portray the character without the language? But I think he was the one who supported me, saying, "Arey, it's totally fine. You do your work. Language and everything will happen by the time." So, but of course, I've learned the language during the shooting periods. Okay, Like each word. one rapid fire. Say something that you have learned in Malayalam. ഷീസ് വെരി ബ്രില്യൻറ്റ് ബിക്കോസ് അവള് ഞാൻ വിചാരിച്ച പോലെ ഒരു ആളല്ലായിരുന്നു. അതായത് അവൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഇവിടെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാം ഞെട്ടിച്ചിട്ട് തന്നെ അവളുടെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ എന്ത് ചെയ്ത് ഷീസ് പെർഫെക്റ്റ്ലി ഡൺ ജോബ്സ്. അതൊന്ന്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുടെ അതായത് നേഹ ആക്ച്വലി ഫസ്റ്റ് ഷെഡ്യൂളാണ് കംപ്ലീറ്റ്ലി. നമ്മുടെ സെക്കൻഡ് ഷെഡ്യൂളിലാണ് ആര് വരുന്നത്, അത് 2 കാലഘട്ടങ്ങളാണ് നമ്മൾ അതിനകത്ത് കാണിക്കുന്നത്. അത് ഓൾഡ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഈ നേഹയുടെ ക്യാരക്ടറും പ്രസന്റ് കാലഘട്ടങ്ങളിൽ ഇവളുടെ ക്യാരക്ടറാണ്, അതായത് സാക്ഷിയുടെ ക്യാരക്ടറാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതിന് രണ്ടിനിടയിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സാധനമാണ് വൈശാഖ് എന്ത് ചെയ്തിരിക്കുന്നത്. കാരണം വൈശാഖിനെ സംബന്ധിച്ചിടത്തോളം വൈശാഖിന് ആദ്യത്തെ ആ ഒരു ഞാൻ വൈശാഖിന്റെ കുട്ടിക്കാലം ചെയ്ത അതിന് ഇവന്റെ കുട്ടിക്കാലം ചെയ്ത അപ്പൊ എല്ലാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അയ്യോ വൈശാഖിന്റെ അതേ തന്നെ ഒരു ഇത് കിട്ടിയത് എങ്ങനെയാണ്. ഞങ്ങൾക്ക് ആക്ച്വലി എൻ്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, ഭരത് എന്ന് പറഞ്ഞ, അവനാണ് ആ കുട്ടിയെ സജസ്റ്റ് ചെയ്തത്. അവന് ഫോട്ടോ അയച്ചെടുത്തപ്പോൾ അവൻ എനിക്ക് ഫോട്ടോ അയച്ചു തന്നെ. അങ്ങനെ അതെല്ലാവരും എന്നോട് ചോദിച്ചു, ആ ഒരു ഇത് കണ്ടിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെ ഇത്ര മാച്ചബിൾ ആയിട്ടുള്ള ആ ഒരു ഇത് കിട്ടിയത് എന്നുള്ളത്. വൈശാഖ് അപ്പൊ എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് വരുന്നത്? സോ ഐ തിങ്ക് എന്താ പറയുക, നമ്മൾ ബേസിക്കലി ഒരു 10 വർഷമായിട്ടുണ്ടാവണം. ഐ തിങ്ക് നമ്മൾ പല സ്ക്രിപ്റ്റുകളായിട്ട് വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ച്. സോ ഫൈനലി ആണ് നമ്മൾ ഇതിലേക്ക് ലാൻഡ് ചെയ്തത്. ഐ തിങ്ക് ടൈറ്റിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ ഇന്നത്തെ ട്രെയിലർ ഔട്ടായിട്ടുണ്ട്. എന്ത് തോന്നി ട്രെയിലർ കണ്ടിട്ട്? അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ജംപ് സ്കെയറിന്റെ കാര്യം വന്നപ്പോ അതാ ചോദിച്ചത്. അതിനകത്ത് പറയേണ്ട വേറൊരു കാര്യം ഗോപി സുന്ദർ സാറിന്റെ മ്യൂസിക് ആയിരിക്കും അല്ലെ. ലൈക്ക് അതിന്റെ ഒരു 50% ആംബിയൻസ് ഇരിക്കുന്നത് ആ മ്യൂസിക്കിലാണ്. സോ അത് മ്യൂസിക് ആക്ച്വലി വന്നിട്ട് ഞങ്ങൾ ആദ്യം വേറൊരാളെ പ്ലാൻ ചെയ്തു, പിന്നെ വേറൊരാളെ പ്ലാൻ ചെയ്തു. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദീപൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഈ ദീപൻ സാറിൻ്റെ 2-3 പടങ്ങളിലും ഇദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോവാറുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് പോയി അവരോട് ഗോപിച്ചേട്ടനോട് ഭയങ്കര ക്ലോസ് ആയി. അവരുടെ വീട്ടിൽ 2 ചെറിയ പഗ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് എടാ നീ എന്താ പടം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, അത് ഞാൻ മ്യൂസിക് നിനക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആ ഒരു തോട്ട് വന്ന് ഞങ്ങൾ രണ്ടാളും സംസാരിച്ച് പിന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രാജേട്ടന്റെ വർക്കും ലെജൻഡ്, ഐ മീൻ 2-time നാഷണൽ അവാർഡ് വിന്നർ ആണ്. അപ്പോൾ ആളുടെ സപ്പോർട്ടും ഇൻഫാക്ട് ഡയറക്ടറുടെ ഇൻപുട്ടും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും നല്ല കാസ്റ്റിങ്ങും ക്രൂവും നല്ല ടീം വർക്ക് ആയിരുന്നു. ഐ തിങ്ക് ടീം വർക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പ്രോജക്റ്റ് ത്രൂ ആയിട്ട്. ഇപ്പോൾ ഔട്ട്പുട്ട് വന്ന രീതിയിൽ വരാനായിട്ട് എല്ലാവരും കേട്ടോ. ഇൻഫാക്ട് ലൈറ്റ് ബോയ്, ADs, അസോസിയേറ്റ് എല്ലാവരും കൂടെ
വന്നപ്പോഴാണ് ഈ ഒരു പ്രോജക്റ്റ് ആക്ച്വലി ത്രൂ ആയിരിക്കുന്നത്. ജോയ് മാത്യു സാറിന്റെ കൂടെ ഉള്ള ജോയ് മാത്യു സാർ ആക്ച്വലി ജോയ് മാത്യു സാറിൻ്റെ അടുത്ത് ഞാൻ ആദ്യം വേറെ പ്രൊജക്റ്റായിട്ട് സംസാരിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പുള്ളിയോട് സംസാരിച്ചു, പുള്ളിയുടെ ഫ്ലാറ്റിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന് പറ്റിയ ഒരാളാണ് വേണമല്ലോ, ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ഒരാൾ വേണമായിരുന്നല്ലോ. അപ്പം ഞാൻ പുള്ളിയെ വിളിച്ചപ്പോൾ പറഞ്ഞു നീ വാ, അങ്ങനെയാണെങ്കിൽ പുള്ളി കഥ പറയാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി ഓക്കെ ഇടന്നാ അതിന് വരാമെന്ന്. പക്ഷേ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് വരാൻ പറ്റില്ല. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങി. പിന്നെ അത് ആ ക്യാരക്ടറിനെ ബേസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല. സെക്കൻഡ് ഷെഡ്യൂൾ ആകുമ്പോഴേക്കും പുള്ളിക്ക് ആ ഗ്യാപ്പ് എന്ത് ചെയ്ത് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റി. അങ്ങനെ പുള്ളിയാ വന്ന് ആ ഗ്യാപ്പിൽ പുള്ളീനെ അതിനകത്ത് നമ്മൾ കാസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുകയത്, ഷൂട്ട് ചെയ്ത്. നിങ്ങളൊക്കെ റിയൽ ലൈഫിൽ പേടിയുള്ള ആളുകളാണോ? അയ്യോ, എക്സ്പീരിയൻസസ് ഉണ്ട് അവിടെ. ഇൻഫാക്ട് ആ മനയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി എന്താ പറയുക, ഒരു വി ഫെൽറ്റ് എൻ എനർജി. 1, 2 അതിൽ തെക്കിനി ഭാഗത്തുള്ള പോകാൻ പാടില്ല, മുറി അത് അടച്ചു വെച്ചിരിക്കുകയാണ്, ഇപ്പോഴും അടച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ കയറാൻ പാടില്ല, കയറാൻ പാടില്ല. എല്ലാ ക്രൂ പോകുമ്പോഴും അവിടെ ആ സൈഡിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനിടയിൽ നിനക്ക് ഒരു കാര്യം, ഇവള് ഒരു പണി ഒപ്പിച്ചത് ഓർമ്മയുണ്ട് നിനക്ക്? Mystical, she's asking what all happened in the night. അതായത് ഈ നേഹ ഒരു പ്രോഗ്രാം ചെയ്തെന്താന്ന് പറയാ, അവിടെ ഞങ്ങളുടെ ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരിനെ കാണാനില്ല. പുള്ളിക്കാർക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, പുള്ളിക്കാരി ഫോൺ വിളിച്ചോണ്ട് ഇങ്ങനെ എന്തായി പോകും, നടന്നു പോകുന്നത്. രാത്രിയില് ഫോൺ വിളിച്ചിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുക, കാണാനില്ല. നോക്കുമ്പോൾ ഇവിടെ സംസാരിച്ച് അതൊരു 3 നിലയാണ്. അതായത് നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ഇതല്ല. അതിനകത്ത് എനിക്കൊന്നും ഒരുപാട് റൂംസ് ഉണ്ട്. ഏതെങ്കിലും റൂമിൽ പോയി പെട്ടാ പെട്ട്, പിന്നെ പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ കറങ്ങി തിരിഞ്ഞ് വരണം. ഇവിടെ തപ്പി ഞങ്ങൾ എല്ലാവരും നടക്കുമ്പോൾ ഫോൺ വിളിച്ചിട്ട് അതിന്റെ 3rd ഫ്ലോറിൽ ആ ഒരു ഇതിന്റെ മുകളിൽ ഒറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്, സംസാരിച്ചോണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ തപ്പിക്കൊണ്ട് നമ്മുടെ അസിസ്റ്റൻസ് ആരായിരുന്നു അത് പോയത് എനിക്ക് ആരും ഒരാള് പോയ സമയത്ത് അവൻ കണ്ട് ഇവളാണ് ഈ യക്ഷിയുടെ കോസ്റ്റ്യൂമിലാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, പോയിരിക്കുന്നത്. അയ്യോ എന്നൊരു കരച്ചിലോ ഓട്ടോ കണ്ട് അപ്പോഴാണ് ഞങ്ങൾ എല്ലാരും കൂടി അവിടെ ചെന്ന് നോക്കിയോ. അപ്പോഴും പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല, പുള്ളിക്കാരി ഫോണിലായിരുന്നു. That place was actually a little mystical because it was also told and also sacred. Bats also and wild pigs. Wild pigs and sometimes bats and snakes. And it was also a paddy field right behind the house, and also it was monsoon. So it was all the more scariest because a lot of insects, animals, everything was out in the open. Even I could see a lot of peacocks and everything. It was very serene. That area, Palakkad especially, that was actually you can see the age-old actual Kerala. You actually feel 200 years ago what would have happened. The house was very interesting. Old decor, old interiors, those different sort of architecture. So, and also we were told little stories that, some places really sacred in the house, don't wear the footwear inside, there are a lot of instruction, never eat non-veg inside the house. So it was very interesting for me to have such an ambience. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. നിങ്ങളെങ്ങനെ? പിന്നെ സാക്ഷിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് കിട്ടിയാലും കുഴപ്പമില്ല, അവൾ എന്ത് കഴിച്ചു. പക്ഷെ നോൺ വെജ് ആവരുതെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പുള്ളിക്കാരി. പക്ഷെ നേഹയ്ക്ക് അങ്ങനെയല്ല. നേഹയ്ക്ക് പെർട്ടിക്കുലർ ആയിട്ട് അവൾക്ക് പറ്റിയ സാധനം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവള് കഴിക്കുള്ളൂ. കാരണം നമ്മുടെ പ്രൊഡക്ഷനിലുള്ള മല്ലൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും അവൾക്ക് ഭക്ഷണം. കാരണം അവളുടെ ഭക്ഷണം നമുക്ക് എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എവിടെയെങ്കിലും കിട്ടണ്ടേ സാധനം. ഈ കാട്ടുമുക്കിൽ ഒരു ഹോട്ടലല്ലേ ഉള്ളൂ, അതിനകത്ത് നിന്ന് നമുക്കത് എങ്ങനെ ഒപ്പിക്കാൻ പറ്റും? പിന്നെ അവളെല്ലാം നമ്മൾ തൈര് പിന്നെ തൈര് സാദം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് നമ്മളത് സെറ്റാക്കി എടുക്കുക ചെയ്തത്. Sakshi, could you narrate a childhood ghost, actual horror story that you have heard? Oh, well, yeah, it has happened in my family itself. Oh. They say it. I don't know if it's true or not. So, well, I belong from Rajasthan, right? And in Rajasthan, there are a lot of stories like this that you hear. Yeah. I heard it. Yeah. So, do you know my uncle basically? So, I don't know, they say it. My uncle was once crossing, I think it was hardly 11:30 that time. Okay. He was walking on the streets and he suddenly saw a ghost, a female ghost actually wearing a white sari. Her hair is open and everything. Honestly, I'm not even kidding. That's what I've heard. And he's literally, and I don't know if that's true. They say if you get naked in front of ghost, the ghost runs away.
Okay. Yeah, I've heard that. I don't know how true that is. That's not here in Kerala. Yeah, I mean in Rajasthan, that's what they say. ഇല്ല, രാജസ്ഥാനിൽ അങ്ങനത്തെ ഒരു വലിയൊരു ഫോർട്ട് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. There is ഒരു Gwalior. abandoned fort. No. Yes. Gwalior Fort. Is that in Rajasthan? No. No, Gwalior is not in Rajasthan. രാജസ്ഥാനിൽ തന്നെ നമ്മുടെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. There are 2-3 forts actually in Rajasthan Okay. that are Abandoned well actually. haunted and Yes, stuff. Yeah, and which is true. Because see, even I believe in the energies and spirits and everything. They do exist. If the good energy exists, of course, the evil also exists. Exactly. So that's what they say. And then my uncle saw the ghost and he didn't know what to do, and he actually got naked. And they say that the spirit did run away. വൈശാഖിന് അങ്ങനെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? എനിക്ക് എക്സ്പീരിയൻസ് ഒന്ന് പുള്ളി പറയുന്ന കഥകളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം പുള്ളി കുറെ കഥകൾ ഇങ്ങനെ പറയാറുണ്ട് ഇടയ്ക്ക്. പുള്ളി രാത്രി ആകുമ്പോഴാണ് വേറെ സ്ഥലത്ത് പോയത്. പിന്നെ ഐ തിങ്ക് നമ്മുടെ ചെറുതിലെ എനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ ഈ വൈറ്റില ഭാഗത്ത് കടവന്ത്ര ഭാഗത്താണ് താമസിച്ചിരുന്നത്. അപ്പൊ അതിന്റെ അടുത്തായിട്ട് തന്നെ ദേശ സെമിട്രി. അപ്പൊ ബാക്കിൽ നമ്മൾ ക്രിക്കറ്റ് എല്ലാം കളിക്കാൻ പോകും ഉച്ചയാകുമ്പോഴത്തേക്കും. ഫുൾ ഡേ കളിയാണ്, അത് വേറെ കാര്യം. അപ്പോൾ അവിടുന്ന് ബോൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ടേക്ക് ചാടി പോകുന്നത് ഞാനാണ്, പെട്ടെന്ന് ബോൾ എടുത്തിട്ട് വരാൻ. എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന ഞാനാണ്. അപ്പോൾ അവരും ഹാപ്പിയാണ്. അപ്പോൾ ആൾ പോയി എടുക്കുമല്ലോ, പിന്നെ നമ്മൾ പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയി എടുക്കുന്ന സമയത്ത് ഐ തിങ്ക് ഈവനിങ് എന്തോ ആയിരുന്നു, വൈകുന്നേരമായിരുന്നു സമയം. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും ഒന്ന് ഒരു പാമ്പിനെ കണ്ടു, പ്ലസ് ഒരു എനർജി ആ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു എനർജി ഉണ്ടായിരുന്നു. അറിയായിരിക്കും എളംകുളത്ത് മറ്റേ ലിറ്റിൽ ഫ്ലവർ ചോർച്ച് അല്ല, അതിന്റെ പുറകിലായിട്ടുള്ള ഈസ്റ്റ് ലൈൻ എൻക്ലേവ് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെന്റ് റാഡിസിന്റെ ഹൗസ് എൻ്റെ ബാക്കിലായിട്ട് വരും. അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ട്. പിന്നെ നമ്മൾ ഇഷ്ടം പോലെ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നത് ഇവിടെ മൂന്നാറോ അതോ ഐ തിങ്ക് വാഗമണോ ഒരു വി വെന്റ് ടു ആൻ ഐസൊലേറ്റഡ് പ്ലേസ്. അപ്പോൾ ആ സമയത്ത് ഇതുപോലൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ കഥകൾ പോയി കേൾക്കുമ്പോഴത്തേക്ക് എന്തായാലും ഫീലിംഗ് വരും. അത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം വേറെ ഒന്നല്ല, ഞാൻ ഹൊറർ സബ്ജക്റ്റ് എനിക്ക് പണ്ട് മുതലേ ഈ കഥ എഴുതുമായിരുന്നു. അപ്പം അന്ന് മുതലേ അപ്പോൾ അങ്ങനെ എഴുതിയ കുറേ കഥകൾ ഞാൻ എഴുതുന്നു. അങ്ങനെ എനിക്കൊരു ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് അതും അങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ആലപ്പുഴയിലൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, പുള്ളിയുടെ പേര് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിയായിട്ട് ഇതുപോലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. സോ അതെനിക്ക് ഭയങ്കരമായിട്ട്, അതായത് നമ്മുടെ ഈ ശരീരത്തിലെ ഈ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ പേടിച്ചു പോകുന്നൊരു ഫീലിംഗ് ഇല്ല, എന്താ മുന്നിൽ നടക്കുന്നതെന്ന് അറിയാത്ത രീതിയിൽ അങ്ങനെ കുറേ സാധനങ്ങൾ. അതുപോലെയുള്ള സീനുകൾ നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അതും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട്. അത് നിങ്ങൾക്ക് ഓരോ എക്സാക്ട്ലി ഞാനൊരു 8ഓളം ജംപ് സ്കെയർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ കാണുന്ന പോലെ സിനിമയിൽ ടൈം എടുത്തിട്ടല്ല, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് ഒന്ന് നമ്മളിങ്ങനെ ഒരെണ്ണം അത് കാണുമ്പോഴേ ഐഡിയ ഉണ്ടാവുള്ളൂ. സോ ഇവർക്ക് രണ്ടുപേർക്കും മലയാളം തീരെ അറിയത്തില്ല. ഓക്കെ, അപ്പൊ ഞാനൊരു ടാസ്ക് തരട്ടെ. ഇവരെ കൊണ്ടിട്ട് ഏതെങ്കിലും ഒരു മലയാളം ഡയലോഗ് ഡയറക്ടർ പറയിച്ചു, സാർ പറയിച്ചു. You have any Malayalam words? Malayalam words you want to know? Yeah. Of course, I remember a few. Sherry is one word. Evade. Kodachu. എന്ത്? കഴിച്ചോ? Food. And Sugamano and Namaskaram. Vallare Nandi is what. Vallare Nandi. And yes, I do watch Malayalam movies, and Mohanlal sir is my favorite actor, also Shobana. So I was watching one movie before, this journey started, Mani Chittatazu. I watched the remake. I watched the remake. Even this time flight when I was coming to Kochi, the air hostess was sitting next to me, Indigo only, and she was watching Mani Chittatazu again. But I have watched the remake many a times because Bhool Bhulaiya is a remake. Yeah. So the Hindi version I've watched like many a times, and this particular film has been made in several other languages also. Then I watched Tambarit Kombat Karke. Mohanlal and Shobna's movie. Teen Mavin Kombat. Okay, say it once again. Now I won't say it. Teen Mavin Kombat. Pardon me, I'm sorry. But then this is what I watched, and it was also a nice movie. And also Netflix and Amazon has plenty of Malayalam and Tamil films which I keep watching because not even this one, but also global, whatever, the world media, Okay, സുഖമാണ് എല്ലാവർക്കും. Yes. സുഖമാണ്. Platforms like Mubi and all, they showcase one of the best world cinemas
which has won BAFTA, Academy, or Oscars. So I think every cinephile must watch. You know. ഓക്കെ. ഇനി ഇവളെ കൊണ്ട് ഞാനൊരു മലയാളം പറയും. പക്ഷെ ഇവള് ഭയങ്കര കറക്റ്റ് ആയിട്ട് തന്നെയാണ് എല്ലാം പഠിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. ഇപ്പൊ കണ്ട തേന്മാവൻ കുമ്പത്തിലും ഏകദേശം നമുക്ക് ഊഹിച്ചെടുക്കാം. സാക്ഷി പക്ഷെ അത്ര ഇതിലല്ല, എക്സ്പീരിയൻസ് അല്ല. സാക്ഷി യു ക്യാൻ സേ സംതിങ് ഇൻ മലയാളം. I just know few words. See, I'm very forgetful, so I've forgotten what all I've got. I even forget what I had yesterday in food, you know. So there are like few words that I remember here and Yeah, there. she'll forget us also after some time. Of course not that. I know few words. You can't say that. മലയാളം So few words. ശ്രദ്ധിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു പഠിച്ചത്. ഛർദിക്കാനല്ല, ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ആ That one word has stuck in my head. because you repeatedly saying it in the set now. And wait, അതായത് ഷൂട്ടിന് എല്ലാരും ക്യാമറ സാധനമൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാരും പോവാൻ അതായത് അടുത്ത ഷോട്ട് എടുക്കാനുണ്ട് അപ്പൊ അത് എപ്പോഴും പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരി പോ. Say it. അതാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. I would end up saying that most. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പറയണേ ശ്രദ്ധിക്കണം കേട്ടാ, അതൊന്നും പിന്നെ പറയും കഴിഞ്ഞില്ലേ പോവാല്ലേ. അപ്പൊ I അതാണ് would say pua. Yeah, that. ഈസി ആണുള്ളത്. And കുറച്ച് move, കുറച്ച് കുട്, all that. എന്തോ ഇതൊക്കെ ഇതുപോലെ. കുറച്ച് കൊണ്ട് കുറച്ച് മാറി നിൽക്കൂ, അതാണ് ഉദ്ദേശിച്ചത്. That little English, of course, is mixed here and there. I think this is wrong, but I low-key know this. It's wrong. ഞാൻ നിന്നെ പ്രീതിസു കണ്ണു. I think. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. അതാണ്. അതാരാണ് പറഞ്ഞത്? Who told you that? Ask someone because people of course know that one term, right, in every languages. I was like, okay, maybe this should be easy because in Kannada is like naanu preeti suttene. അതെനിക്ക് പറഞ്ഞായിരുന്നു. കന്നഡയിൽ എന്താ വെച്ചാൽ So പറഞ്ഞായിരുന്നു. of course Malayalam has to be similar. അതാണ് പഠിപ്പിച്ചത്. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. No, why? Because see, Kannada is of course similar. So in Kannada you say naan inna preeti suttene. So I think Malayalam should also be similar. So that's why I ഞാൻ learned നിന്നെ it. പ്രേമിസ്തേനി Naan inna preeti suttene. പ്രീതി. Preeti suttene. So see, it's quite ഞാൻ similar. Isn't പറയുന്നില്ല. it? Neha is looking like what is happening? ഞാൻ നിന്നെ പ്രേമിക്കുന്നു അങ്ങനെ. Premikunnu, yeah, that. So anyway, it was fun chatting with you guys. So all the best for your project Arupi. And ഞങ്ങൾ എല്ലാവരും eagerly wait ചെയ്യുന്നുണ്ട്. Thank you so much for. എല്ലാരും പടം തിയേറ്ററിൽ പോയി തന്നെ കാണണം. താങ്ക് യു സോ മച്ച്. Thank you.